സാറേ, ഈ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ കുടുംബം ഒരു പുതിയ വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ അത് വലിയ വാർത്തയാകുന്നു, നാണക്കേടുമാണ് തീർച്ചയായിട്ടും. ആ വിവാദമാണെങ്കിൽ അത്ര മനുഷ്യരോട് അത്ര എളുപ്പത്തിൽ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യമല്ല. സ്വന്തം കുടുംബാംഗങ്ങൾ, നമ്മളിപ്പോ കേരളത്തിൽ പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ച് വന്ന ആരോപണം പോലെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവൃത്തികളുടെ കരാർ സ്വന്തം കുടുംബത്തിന് ദാനം ചെയ്യുന്നുള്ള ആരോപണമാണ്. വന്ന് പരാതി സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ആ കേസിന്റെ ഡീറ്റെയിൽസ്? അതെ, സുപ്രീം കോടതി ഇത് വളരെ ഗൗരവമായി എടുത്തിട്ടുമുണ്ട്. ഇത് ഈ സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് തന്നെ കരാറ് കിട്ടുന്നത് ഇറ്റ്സ് എ റിമാർക്കബിൾ കോയിൻസിഡൻസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു നിരീക്ഷണമെന്ന് നോക്കൂ. സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള വിക്രം നാഥ്, സന്ദീപ് മേത്ത ഇവര് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് എ റിമാർക്കബിൾ, വല്ലാത്തൊരു സുന്ദരമായ ആകസ്മികത തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പോ 146 കരാറുകൾ. ഇയാള് തവാങ് ജില്ലക്കാരനാണ്. ഈ പ്രേമ കണ്ടു BJPക്കാരനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പിന്നെ വേറൊരു പാർട്ടിയിലേക്ക് പോയി പിന്നെ BJPയിലേക്ക് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ മറ്റേ വേരുകൾ കോൺഗ്രസിലാണ്. 146 കരാറുകളാണ് തവാങ് ജില്ലയില്, സ്വന്തം കുടുംബം സ്ഥിതി ചെയ്യുന്ന തവാങ് ജില്ലയിൽ ഭാര്യയ്ക്കും സഹോദരിക്കും സഹോദരനും എല്ലാം കൂടി വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി എന്താണെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എടുത്തപ്പോൾ എല്ലാ ജില്ലയിലെയും കരാറുകളുടെ പട്ടിക ഏത് കമ്പനികൾക്കാണ് കൊടുത്തതെന്ന് തരാൻ പറഞ്ഞു. തവാങ്ങിൽ തന്നെ 146 കരാറുകൾ എന്ന് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി ജില്ലകളിലും ഇതിനേക്കാൾ കഷ്ടമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ സുപ്രീം കോടതിയിൽ അരുണാചൽ സർക്കാർ തന്നെ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഈ വിവരമുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കാണ് കരാറുള്ളത് എന്നുള്ള വിവരം ആ സത്യവാങ്മൂലത്തിൽ തന്നെ ഉണ്ട്. അതായത് എല്ലാ ജില്ലയിലും 2015 മുതൽ 2025 വരെ കൊടുത്തിട്ടുള്ള കരാറുകളുടെ പട്ടികയാണ് ഇപ്പൊ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും കൊങ്ങിക്ക് പിടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ. 4 കമ്പനികളുടെ ആണ് ഇപ്പൊ കുടുംബാംഗങ്ങൾക്ക് ഉള്ളതായിട്ട് ഈ കരാറുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ 2 എണ്ണം ഈ പ്രേമ കണ്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഭാര്യ സെറിങ് ദോൽമയുടെ പേരിലുള്ളതാണ്. സെറിങ് ദോൽമയുടെ പേരിലാണ് 2 എണ്ണം. ഒരു കമ്പനി സഹോദരൻ താഷി ഖണ്ഡുവിന്റെ പേരിലാണ്. സഹോദരൻ നേരിട്ടുള്ള ബന്ധമായത്. സാധാരണ ആളുകൾ ചെയ്യുന്ന പോലത്തെ ഒരു മറയൊന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ സിസ്റ്റർ ഇൻ ലോ, സഹോദര ഭാര്യ നീമ ദ്രിമാൽ, അവരുടെ പേരിലാണ് ഒരു കമ്പനി. ഇവർക്കെല്ലാവർക്കും കൂടി 383.74 കോടി രൂപയുടെ കരാറാണ് കൊടുത്തിരിക്കുന്നത്. തവാങ്ങിൽ 2012 മുതൽ 2023 വരെ കൊടുത്തിരിക്കുന്ന കരാറിൻ്റെ വിവരമാണിത്. ഇതിൽ 59 എണ്ണം 16.83 കോടി ഇത് നേരിട്ട് വർക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ്, ടെൻഡർ ഇല്ലാതെ. ഇതിൽ 11 എണ്ണം 50 ലക്ഷം എന്നുള്ള പരിധിക്ക് മുകളിലാണ്. 50 ലക്ഷം വരെയാണ് നേരിട്ട് വർക്ക് ഓർഡർ കൊടുക്കാവുന്നത്. പക്ഷേ ഇതില് 11 എണ്ണം ആ പരിധിയും ലംഘിച്ചിട്ടാണ് മുകളിൽ നിൽക്കുന്നത്. എന്നിട്ടും ഡയറക്റ്റ് കൊടുത്തു. 2020 ഒരു നിയമമുണ്ട്, ടെൻഡർ ഇല്ലാതെ കരാറിന് പരിധി നിശ്ചയിച്ചിരിക്കുന്ന നിയമമുണ്ട്. അതിനെ അതിലംഘിക്കുന്ന കരാറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഈ ലോക്കൽ പ്രൊഫഷണലുകൾ, നാടൻ പ്രൊഫഷണലുകൾ, പുതിയ സംരംഭകര്, ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, ഒക്കെ കൊടുത്തത്. അപ്പൊ ഇത് റോഡ്, പാലം, ഡ്രെയിനുകൾ, ഈ മലിനജല ഓവുകള്, പിന്നെ ജലസേചന ചാനലുകൾ, വൈദ്യുതി ലൈനുകൾ, റീറ്റെയിനിങ് വാളുകൾ, പിന്നെ കമ്മ്യൂണിറ്റി ഹാളുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, വീടുകൾ, ഓഫീസുകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, പിന്നെ വാർ മെമ്മോറിയൽ, യുദ്ധ സ്മാരകം
ഇതൊക്കെ ഈ കരാറുകളിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ള കരാറുകളിൽ പെടും. അപ്പോൾ ഇതിൽ ഒരു PIL പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വന്നു. 2 സംഘടനകൾ അരുണാചൽ പ്രദേശിലെ സേവ് മോൺ റീജിയണൽ ഫെഡറേഷൻ ഒരെണ്ണം, വോളണ്ടറി അരുണാചൽ സേന, ഇങ്ങനെ 2 സംഘടനകളാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത്. അവരുടെ ആവശ്യം CBIയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ന്യായമായ ആവശ്യമാണ് അത്. അപ്പോൾ ഡിസംബർ 2-ാം തീയതി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് എല്ലാ ജില്ലയിലും ഡീറ്റെയിൽസ് സുപ്രീം കോടതി ചോദിച്ചത്. അത് 8 ആഴ്ചക്കുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 28 ജില്ലകളിലാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ഈ 4 കമ്പനികളുടെ പേര് പറയാം ഇനി. കുടുംബത്തിന്റെ ഫ്രോണ്ടിയർ അസോസിയേറ്റ്സ്, ബ്രാൻഡ് ഈഗിൾസ് 2 എണ്ണം ഭാര്യയുടേത് പ്രേമ കണ്ഠുവിന്റെ, RD കൺസ്ട്രക്ഷൻസ് സഹോദരൻ്റെത്, അലയൻസ് ട്രേഡിംഗ് കമ്പനി സഹോദരൻ്റെ ഭാര്യയുടേത്, പിന്നെ സഹോദരൻ്റെ ഭാര്യ മാത്രമല്ല അതിൽ പാർട്ട്ണറായിട്ട് തവാങ് MLA സെറിങ് താഷി ഉണ്ട്. തവാങ് MLA ഏതെങ്കിലും തരത്തിൽ ബന്ധുവും ഒക്കെ ആണെന്ന് വരാം. ഈഗിൾ എന്ന് പറഞ്ഞ കമ്പനിയും ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞ കമ്പനിയും തവാങ്ങിൽ മാത്രം 42 കരാറുകൾ നേടിയിട്ടുണ്ട്. 209.6 കോടി രൂപയുടെ കരാറുകൾ. RD എന്ന് പറഞ്ഞ കമ്പനിക്ക് 13 എണ്ണം 29.1 കോടി രൂപ. അലയൻസിന് 91 കരാറുകൾ 145 കോടി രൂപ. 59 എണ്ണം ടെൻഡർ ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. ഭാര്യയ്ക്ക് PWDയുടെ റൂറൽ വർക്സിന്റെ, വാട്ടർ റിസോഴ്സിന്റെ, ബ്ലോക്ക് ഡെവലപ്മെന്റിന്റെ ഒക്കെ കരാറുകൾ ഭാര്യയുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അരുണാചൽ പ്രദേശിൽ മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രി ഈ ദോർജി കണ്ഠുവിന്റെ മകനാണ് ഈ പ്രേമ കണ്ഠു എന്ന് പറഞ്ഞ രാഷ്ട്രീയ കുടുംബം, പഴയ കോൺഗ്രസ് കുടുംബം. അപ്പോൾ 2 തവണ പാർട്ടി മാറിയിട്ടുണ്ട്. പ്രേമ കണ്ഠു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പീപ്പിൾസ് പാർട്ടിയിലെത്തി, അരുണാചൽ പീപ്പിൾസ് പാർട്ടി. അതിൽ നിന്നാണ് BJPയിലേക്ക് വന്നത്. മുമ്പ് അവിടെ ടൂറിസം ജലവിഭവ മന്ത്രി ആയിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ ഇത് നമ്മള് പിണറായി വിജയന്റെ കുടുംബം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. BJPയിലും കുടുംബം, ഒരു മുഖ്യമന്ത്രി കുടുംബം നാണക്കേട് ഉണ്ടാക്കി വന്നിരിക്കുന്നു. നടപടിയൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് സാർ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കേട്ട് നോക്കുമ്പോൾ മിക്കവാറും അത് മുഖ്യമന്ത്രി സ്വയം കരാറെടുക്കുന്ന പോലെയാണ്. ഇതെല്ലാം സ്വന്തമായിട്ട് എടുത്തിട്ട് ഭാര്യയുടെയും അനിയന്റെയും കുടുംബാംഗങ്ങളുടെ പേരിലൊക്കെ പേരെഴുതി കടലാസ് കമ്പനി ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഇതിന്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒരു അപകടം എന്താണെന്ന് പറയുക സാറേ, ഇപ്പൊ പ്രത്യേകിച്ച് BJP ഒരു ബദൽ സംസ്കാരമായി ഇന്ത്യയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന, ഇതുവരെ BJP വന്നിട്ടില്ലാത്ത സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ചോദിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്ത് ബദൽ സംസ്കാരമാണ് BJPയിൽ? അഴിമതിരഹിതമായ ഒരു ഭരണം ഉണ്ടാവുമോ? പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഗ്രൂപ്പില്ലാത്ത ഒരു പാർട്ടി ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് BJPക്ക് വലിയ ദോഷം ചെയ്യുന്ന, വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഇവിടെ EP ജയരാജൻ തന്നെ അനന്തരവനോ മരുമകനോ എന്തോ കരാറ് കൊടുത്തപ്പോൾ രാജിവെക്കേണ്ടി വന്നു വ്യവസായ മന്ത്രി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ആ ഒരു മൂല്യബോധമൊക്കെ, രാഷ്ട്രീയ സംസ്കാരം സൂക്ഷിക്കേണ്ടതാണ് എന്ന ബോധ്യം BJPക്ക് ഇല്ലാത്ത കാലത്തോളം ഇപ്പോൾ കയ്യിലെത്തിയ ഭരണം ഇങ്ങനെയാണ് കൈയാളുന്നതെങ്കിൽ ഇനി BJPയുടെ മുന്നേറ്റം അത് വലിയ തോതിൽ അസാധ്യമാക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാവും. അവിടെയാണ് സംസ്ഥാനമാണ്, അവിടെയാണ് ഇത് കാണിച്ചു കൂടുന്നത്. ഫ്രോണ്ടിയർ എന്നുള്ള ഒക്കെ പേരിൽ കമ്പനി ഉണ്ടാക്കിയിട്ട് എന്ത് നമുക്ക് കുടുംബത്തിന് എന്ത് കിട്ടും എന്നാണല്ലോ ആലോചിക്കുന്നത്. രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാം എന്നല്ല. തീർച്ചയായിട്ടും അത് വലിയ ഗുരുതരമായ ഒരു വലിയ ചർച്ച BJPയുടെ അകത്ത് ആവശ്യമാണ്, നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.